അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്ത് വിശ്വാസിനികളിൽ നിന്ന് ബൈഅത്ത് സ്വീകരിക്കുന്നതിനെക്കുറിച്ച് അതിൻ്റെ വിശദാംശങ്ങളോടുകൂടി സൂചിപ്പിക്കുന്ന ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ കാര്യങ്ങളിലാണ് ബൈഅത്ത് ചെയ്യേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി വിശദീകരിച്ചു കഴിഞ്ഞു. അതിൽ ശിർക്ക് ചെയ്യരുത്, മോഷ്ടിക്കരുത്, വ്യഭിചരിക്കരുത്, അതിൻ്റെ കൂടെ മക്കളെ കൊല്ലരുത്, ആരോപണങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കരുത്. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് മൊത്തം ഇസ്ലാമിക ശരീഅത്തിൽ അൽ-ളറൂറിയാത്തുൽ ഖംസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നുള്ളതും നാം സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം വളരെ പൊതുവായ ഒരു അർത്ഥത്തിലുള്ള പരാമർശമാണ് അടുത്ത വചനം, വലാ യഅസീനക ഫീ മഅറൂഫിൻ. അവർ താങ്കളെ ഒരു നന്മയുടെ കാര്യത്തിലും ധിക്കരിക്കാതിരിക്കട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്മ മാത്രമേ വിശ്വാസികളോട് കൽപ്പിക്കാറുള്ളൂ. പക്ഷെ എന്നിട്ടോ വലാ യഅസീനക ഫീ മഅറൂഫിൻ എന്ന് ഇവിടെ സൂചിപ്പിക്കാൻ 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഇതുവരെ പറഞ്ഞതൊക്കെയും വിശ്വാസികൾക്ക് ഗുണകരമായ കാര്യങ്ങളാണ്. ദോഷകരമായ ഒരു കാര്യവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളോട് കൽപ്പിക്കുകയോ അല്ലെങ്കിൽ നിരോധിക്കുകയോ ചെയ്യുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ തേട്ടം എന്നുള്ളത്. രണ്ടാമത്തേത്, സാക്ഷാൽ മനുഷ്യരിൽ ആരെയും അനുസരിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് മഅറൂഫ് ആണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഅറൂഫ് അല്ലാത്ത ഒരു കാര്യവും വിശ്വാസികളോട് കൽപ്പിക്കുകയില്ല, സ്വന്തം ജീവിതത്തിൽ ചെയ്യുകയില്ല എന്നുള്ളത് 100% സംശയമില്ലാത്ത കാര്യമാണ്. അത് വിശ്വാസികൾക്കും സംശയമില്ല, സാക്ഷാൽ പടച്ച തമ്പുരാനും സംശയമില്ല. എന്നിട്ട് പോലും വലാ യഅസീനക ഫീ മഅറൂഫിൻ, നന്മയുടെ കാര്യത്തിൽ ഒരു നന്മയിലും അവർ താങ്കളെ ധിക്കരിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അനുസരിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് നന്മയാണ്. ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. പടച്ച തമ്പുരാനെ ധിക്കരിച്ചുകൊണ്ട് ഒരു സൃഷ്ടിയെയും അനുസരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സൃഷ്ടിക്കും അനുവാദം കൊടുത്തിട്ടില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരുപാട് സമ്പ്രദായങ്ങളുണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കുകയും ചെയ്തിരുന്നു. ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. എന്ന് പറഞ്ഞാൽ മരിച്ചിടത്ത് ചെന്ന് നിലവിട്ട് കരയുക എന്ന് പറയുന്നത്, കാശിന് വേണ്ടിയിട്ട് കരയുക എന്ന് പറയുന്നത്, അതുപോലെ തന്നെ വസ്ത്രമൊക്കെ വലിച്ചു കീറി മുഖത്തടിച്ച് നിലവിളിക്കുക എന്ന് പറയുന്നത്, ഇതൊക്കെയും അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പല സമ്പ്രദായങ്ങളും ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. അതൊക്കെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വിലക്കുകയും ചെയ്തു. ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പ്രയോഗമാണ് വലാ യഅസീനക ഫീ മഅറൂഫിൻ എന്നുള്ള പ്രയോഗം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞ ബൈഅത്ത് അലാ അല്ലാ യുശ്രിക്ന ബില്ലാഹി ഷൈഅ എന്ന് തുടങ്ങിയിട്ട് അവസാനം വലാ യഅസീനക ഫീ മഅറൂഫിൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച്, അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ കാര്യങ്ങളിലൊക്കെ ഇവർ താങ്കളുടെ അടുത്ത് വന്ന് കരാർ ചെയ്യാൻ തയ്യാറായാൽ അല്ലെങ്കിൽ കരാറിൽ ഏർപ്പെട്ടാൽ ഫബഅയ്യുഹുന്ന, താങ്കൾ അവർക്ക് ബൈഅത്ത് നൽകുക. വസ്തഗ്ഫിർ ലഹുന്നല്ലാഹ്, താങ്കൾ അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതൊരു ഒഴുക്കാണ്, വിശ്വാസത്തിലേക്കുള്ള ഒരുപാട് ആളുകളുടെ ഒഴുക്കാണ്. അപ്പോൾ ഒരുപാട് തിന്മകൾ ചെയ്ത് ഒരുപാട് മോശപ്പെട്ട സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്ന ഒരു സമൂഹം അവർ വിശ്വാസത്തിലേക്ക് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ അവരിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി പാപമോചനം വർദ്ധിക്കട്ടെ, വസ്തഗ്ഫിർ ലഹുന്നല്ലാഹ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അതിന് പ്രാധാന്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വേണ്ടിയിട്ട് പാപമോചനം വർദ്ധിക്കട്ടെ, അവർ പശ്ചാത്തപിച്ചവരാണ്, അതോടൊപ്പം തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ
പുറത്തു കൊടുക്കുന്നവനാണ്. അപ്പം ഇന്നല്ലാഹു ഗഫൂർ റഹീം എന്നുള്ള തദീയിൽ വാൽകഷ്ണം ഇവിടെ പറയാനുള്ള കാരണം, നേരത്തെ ഒരു ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പാരമ്പര്യത്തിൽ നിന്നും മാറി മറ്റൊരു പാരമ്പര്യത്തിലേക്ക് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെതായ തണലിലേക്ക് കടന്നു വന്നവരാണ് അവർ. അപ്പോൾ ജാഹിലിയത്തിലെ അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും എന്നുള്ള ഒരു ആശ്വാസമാണ് ഇന്നല്ലാഹ ഗഫൂർ റഹീം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും ഇതുപോലുള്ള തദീയിൽ വാൽകഷ്ണങ്ങളിൽ ഗഫൂർ റഹീം രണ്ടും ഒരുമിച്ച് ചേർന്ന് വന്നതായി കാണാവുന്നതാണ്. അതിൽ ഒന്നാമത്തേത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അൽ മഗ്ഫിറത്തു ജുസ്ഉം മിനർ റഹ്മ. ഗഫൂർ റഹീം എന്ന് പറയാനുള്ള കാരണം അള്ളാഹു റഹീം ആയതുകൊണ്ടാണ് അള്ളാഹു ഗഫൂർ ആയിട്ടുള്ളത്. കരുണയുള്ള ഒരു മനുഷ്യനെ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുകയുള്ളൂ. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുന്നു, അല്ലെങ്കിൽ തൻ്റെ അടിമകൾക്ക് പുറത്തു കൊടുക്കുന്നു എന്നുള്ളത്. രണ്ടാമത്തേത് മഗ്ഫിറത്ത് എന്ന് പറയുന്നത് തെറ്റ് ചെയ്യുന്നവർക്ക് മാത്രം ബാധകമായതാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഉത്തരവാദിത്വ ബോധമുള്ള മനുഷ്യർ, ജിന്നുകൾ, അവർക്ക് മാത്രം ബാധകമായതാണ് മഗ്ഫിറത്ത് എന്നുള്ളത്. അതേസമയം മറ്റ് ജീവജാലങ്ങൾക്ക് മഗ്ഫിറത്ത് എന്നുള്ളത് അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ്റെ ആവശ്യമില്ല. അവർക്ക് റഹ്മത്ത് മാത്രമാണുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുന്ന സാധനമാണ് അൽ മഗ്ഫിറത്തു വർ റഹ്മ, അതല്ലെങ്കിൽ ഇന്നല്ലാഹ ഗഫൂർ റഹീം എന്ന് പറയുന്നത്. അപ്പോൾ ബൈഅത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. അപ്പോൾ ഈ ബൈഅത്തുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാ ഈ ബൈഅത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിച്ചതല്ല, പല സന്ദർഭങ്ങളിലായി നടന്നതാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ഹുദൈബിയ സന്ധി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആളുകൾ, സ്ത്രീകൾ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കടന്നു വരുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച ഉമ്മു കുൽത്തൂം ബിൻത് ഉഖ്ബത്ത് ബിൻ അബീ മുഈത്ത് അതിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ സബീഅത്തുൽ അസ്ലമിയ അതിൽപ്പെട്ടതാണ്. അപ്പോൾ അവരൊക്കെ വന്ന സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരിൽ നിന്ന് ബൈഅത്ത് സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മക്ക വിജയ ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഒരുപാട് സ്ത്രീകൾ ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് ഹദീസുകൾ ബൈഅത്തിൻ്റെതായ ചില ഹദീസുകളൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ, വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വെച്ച് സ്ത്രീകൾ, പുരുഷന്മാർ, ഇങ്ങനെ വ്യത്യസ്തമായ രൂപങ്ങളിലൊക്കെയും ബൈഅത്ത് നടന്നിട്ടുണ്ട് എന്ന് പ്രസ്തുത ഹദീസുകൾ, റിവായത്തുകളൊക്കെയും സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് സ്വീകരിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തി എന്ന് പറയുന്നത് ഇതിൽ ഏതോ ഒരു സന്ദർഭവുമായി മാത്രം ബന്ധപ്പെട്ടതാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ ബൈഅത്ത് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ബാധകമായിരുന്നു, പുരുഷന്മാർക്ക് ബാധകമായിരുന്നു. പക്ഷേ ഈ ആയത്ത് ശരിക്ക് ബൈഅത്തു നിസാ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം സ്ത്രീകളുടെ ബൈഅത്താണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. അതിന് പ്രത്യേകമായ കാരണങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾ അഥവാ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാരെയൊക്കെ ധിക്കരിച്ച്, അതല്ലെങ്കിൽ ലോകം ഒന്നടങ്കം, ഒരു സമൂഹം ഒന്നടങ്കം ഇസ്ലാം സ്വീകരിക്കുവാൻ വിമ്മിഷ്ടം കാണിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിനോട് ശത്രുത കാണിച്ച് നിൽക്കുന്ന സന്ദർഭത്തിൽ സധൈര്യം ഇസ്ലാം സ്വീകരിക്കുന്നു, എന്നിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്തെത്തുന്നു എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ സ്ത്രീകളെ പ്രശംസിക്കുന്നത് കൂടിയാണ് അവരുടെ ബൈഅത്ത് മാത്രം പരാമർശിക്കുന്ന വിശുദ്ധ ഖുർആനിൻ്റെ വചനം എന്നുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുരുഷന്മാരിൽ നിന്ന് ബൈഅത്ത് സ്വീകരിച്ചു, സഫാ പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ച് ബൈഅത്ത് സ്വീകരിച്ചു എന്നൊക്കെ പറയുന്ന ഹദീസുകളിൽ ഒരു വശത്ത് നിലനിൽക്കുമ്പോഴാണ് വിശുദ്ധ ഖുർആൻ സ്ത്രീകളുടെ ബൈഅത്ത് പരാമർശിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രസക്തി എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ വളരെ രസകരമായി സാധാരണ ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ് അബൂ സുഫിയാൻ്റെ ഭാര്യ ഹിന്ദ് റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ബൈഅത്ത് ചെയ്യുന്നത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് ഓതി കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ഭാഗങ്ങൾ, വലാ യസ്രിഖ്ന, മോഷ്ടിക്കുകയില്ല എന്ന്. അപ്പോൾ ഹിന്ദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, വല്ലാഹി ഇന്നി ല ഉസീബുൽ ഹനത മിൻ മാലി അബി സുഫിയാൻ വല്ലാ അദ്രി അയഹില്ലുലി. അല്ല, ഞാൻ അബൂ സുഫിയാൻ്റെ പോക്കറ്റിൽ നിന്ന് ചില ചില്ലറകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അടിച്ചു മാറ്റാറുണ്ട്, അത് എനിക്ക് അനുവദനീയമാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് അബൂ സുഫിയാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ അബൂ സുഫിയാൻ അവരോട് പറയുന്നുണ്ട്, നീ എടുത്തത് നിനക്ക് അനുവദനീയമാണ് എന്ന്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ യസ്നീൻ,
വ്യഭിചരിക്കുകയില്ല എന്ന് പറയുമ്പോൾ അവതസിനിൽ ഹുറ, സ്വതന്ത്ര സ്ത്രീ അല്ലെങ്കിലും വ്യഭിചരിക്കുമോ എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട്. പിന്നെ വലാ യഖ്തുൽന ഔലാദഹുന്ന എന്ന് പറയുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരിച്ച് റബ്ബൈനാഹും സിഗാറൻ വ ഖതൽതഹും കിബാറൻ, ഞങ്ങൾ അവരെ ചെറുപ്പത്തിൽ വളർത്തി വലുതാക്കി, നീ വലുതായപ്പോൾ അവരെ കൊന്നുകളഞ്ഞു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരിച്ചു പറയുന്നുണ്ട്. അതായത് ബദറിന്റെ സന്ദർഭത്തിൽ ഹിന്ദിന് പ്രിയപ്പെട്ട പലരും വിശ്വാസികളുടെ കരങ്ങളാൽ കൊല ചെയ്യപ്പെട്ടു എന്നുള്ളതിനെ കുറിക്കുന്നതായിരുന്നു ഹിന്ദിന്റെ ആ മറുപടി. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ യഅതീന ബി ബുഹ്താനിൻ എന്ന്, അതായത് ആരോപണവുമായിട്ട് കടന്നു വരികയില്ല എന്ന് പറഞ്ഞപ്പോൾ വല്ലാഹി ഇന്നൽ ബുഹ്താന ലഖബീഹൻ, അത് വളരെ മോശപ്പെട്ട സംഗതി തന്നെയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അത് കൽപ്പിക്കുകയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ റിവായത്തുകളൊക്കെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ട് ധാരാളമായി ഉദ്ധരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ പരാമർശിച്ചതാണ്. അപ്പോൾ ഇത്രയും കരാറെടുത്തു അവരിൽ നിന്ന് സംഭവിച്ചു പോയ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞു. അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനു ലാ തതവല്ലൂ ഖൗമൻ ഗളിബല്ലാഹു അലൈഹിം, അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഒന്നാമത്തെ ആയത്തിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടാണ് അവസാനത്തെ ആയത്ത്, അതായത് ഈ സൂറത്തിലെ ഒന്നാമത്തെ ആയത്ത് എങ്ങനെയാണ് തുടങ്ങിയത് അങ്ങനെ തന്നെയാണ് അവസാനത്തെ ആയത്ത് അവസാനിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്നു. ഇത് തന്നെയാണ് ഒന്നാമത്തെ ആയത്തിലും സംഭവിച്ചത്. ഒന്നാമത്തെ ആയത്തിൽ മുശ്രിക്കുകളെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശത്രുക്കളെ ഒരിക്കലും വലിയകളായി സ്വീകരിക്കരുത് എന്നാണ് പറഞ്ഞിരുന്നത്. അവസാനത്തെ ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനു ലാ തതവല്ലൂ ഖൗമൻ ഗളിബല്ലാഹു അലൈഹിം, അല്ലയോ വിശ്വസിച്ചവരെ, അള്ളാഹു വെറുത്തിട്ടുള്ള അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയായിട്ടുള്ള ആളുകൾ, അവരെ നിങ്ങൾ ഒരിക്കലും ഏറ്റെടുക്കരുത് എന്ന് പറയുന്നു. ഇതാണ് തനാസുബ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കളിൽ മുശ്രിക്കുകളെ കുറിച്ച് പറയുന്നു. അങ്ങേയറ്റത്തെ ശത്രുത വെച്ച് പുലർത്തുന്ന ആളുകളാണ് അവർ. അപ്പോൾ അവർ വിശ്വാസികളുടെയും അള്ളാഹുവിൻ്റെയും ശത്രുക്കളാണ്. അവരെ നിങ്ങൾ ഒരിക്കലും വലിയകളായി സ്വീകരിക്കരുത്. അവസാനത്തെ ആയത്തിൽ അവർക്ക് തുല്യമായി വിശ്വാസികളോട് ശത്രുത പുലർത്തുന്ന മറ്റൊരു വിഭാഗത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ കോപത്തിനിരയായിട്ടുള്ള ആളുകളെക്കുറിച്ച്, അതല്ലെങ്കിൽ യഹൂദരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകുകയാണ്, അല്ലെങ്കിൽ ജാഗ്രത കാണിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇത് രണ്ടും ചേർത്ത് പറഞ്ഞതിൻ്റെ ഒരു സാങ്കത്യം കൂടി നമ്മൾ തിരിച്ചറിയണം. ഒന്നാമത്തെ ആയത്തിൽ മുശ്രിക്കുകളെ കുറിച്ച് പറയുന്നു, ശത്രുക്കൾ എന്നുള്ള അർത്ഥത്തിൽ. ഏറ്റവും അവസാനത്തെ ആയത്തിൽ യഹൂദരെ ശത്രുക്കൾ എന്നുള്ള അർത്ഥത്തിൽ പറയുന്നു. അപ്പൊ ഇത് രണ്ടും സൂചിപ്പിച്ചാലേ ഈ ചർച്ച പൂർണ്ണമാവുകയുള്ളൂ. അൽ വലാ വൽ ബറാഇൽ ബറാ കാണിക്കേണ്ട രണ്ട് വിഭാഗമാണ് ഇത്. അതിന്റെ കാരണം എന്താണ്? അത് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറയുന്നുണ്ട്, ലാ തജിദന്ന അശദ്ദന്നാസി അദാവത്തൻ ലില്ലദീന ആമനുൽ യഹൂദ് വല്ലദീന അശ്റകു, നിങ്ങൾക്ക് വിശ്വാസികളോട് ഏറ്റവും കൂടുതൽ ശത്രുതയുള്ളവരായി നിങ്ങൾക്ക് കാണാവുന്നത് ഒന്നാമത്തേത് യഹൂദരാണ്, രണ്ടാമത്തേത് മുശ്രിക്കുകളാണ്. അപ്പോൾ മുശ്രിക്കുകളെ ആദ്യം സൂചിപ്പിച്ചു. അതിനേക്കാൾ ഭീകരമാണ് ഇവരുടെ കാര്യം. നിങ്ങൾ കുറച്ചുകൂടി നിങ്ങൾ ജൂതന്മാരുടെ കാര്യത്തിൽ കൂടി ജാഗ്രത പുലർത്തണം എന്ന് കാണിക്കാനാണ് ഇവിടെ ലാ തതവല്ലൂ ഖൗമൻ ഗളിബല്ലാഹു അലൈഹിം എന്ന് പറയുന്നത്. ഇതിന് മറ്റൊരു കാര്യം കൂടി, മദീനയിലെ വിശ്വാസികളുടെ സമീപത്തായിരുന്നു ഇവരുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവരെ ഒരിക്കലും അവഗണിച്ചുകൂടാ. ഈ ഇടയ്ക്കിടയ്ക്ക് സമ്പർക്കമുള്ളത് കൊണ്ട് വിശ്വാസികൾ അറിയാതെ അവരുമായി അവരുടെ അടുത്ത് തൊഴിലെടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മുസ്ലിം ഉമ്മത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധക്കുറവ് മൂലം അവരോട് പങ്കുവെക്കുകയും അവരത് മുതലെടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ മുൻനിർത്തിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഒരിക്കലും ഇവരോട് ലാ തതവല്ലൂ ഖൗമൻ ഗളിബല്ലാഹു അലൈഹിം, വിശുദ്ധ ഖുർആന് യഹൂദരെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഗളിബല്ലാഹു അലൈഹിം, അള്ളാഹുവിൻ്റെ കോപത്തിന് അള്ളാഹുവിൻ്റെ ശാപത്തിന് ഇരയായവർ എന്ന് പലയിടങ്ങളിലും സൂചിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിലെ ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്ന് പറയുന്നത് യഹൂദരെ കുറിച്ചാണ് എന്ന് ഏകദേശം എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദുരിബത്ത് അലൈഹിമുദ് ദില്ലത്തു വൽ മസ്കന വബാഉ ബിഗളബിൻ മിനല്ലാഹ്, സൂറത്തുൽ ബഖറ 61-ാമത്തെ വചനം. അവർ അള്ളാഹുവിൻ്റെ കോപവുമായി മടങ്ങിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ലാ തതവല്ലൂ ഖൗമൻ ഗളിബല്ലാഹു അലൈഹിം, അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയായിട്ടുള്ള ആളുകൾ, ഇവരെ നിങ്ങൾ ഒരിക്കലും ഏറ്റെടുത്തു പോകരുത്. ഖദ് യഇസൂ മിനൽ ആഖിറ, അവര് ആഖിറത്തിൽ നിന്ന് നിരാശപ്പെട്ട ആളുകളാണ്. അവർക്ക് ആഖിറത്തിൽ ഒരു പ്രതീക്ഷയില്ല.
അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവരെക്കുറിച്ച് ഇഹലോകത്ത് 1000 വർഷം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവർ. ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കാത്തവരാണ് അവർ. വിവിധ ഭാഷകളിൽ വിശുദ്ധ ഖുർആൻ ഇത് പറയുന്നുണ്ട്. ഖദ് യഇസു മിനൽ ആഖിറ. യഇസ് എന്ന് പറയുന്നത് പ്രതീക്ഷ നഷ്ടപ്പെടുക എന്നുള്ളതാണ്. ഒരു സംഗതിയും കിട്ടൂല എന്നുള്ള പ്രതീക്ഷയോടുകൂടി അല്ലെങ്കിൽ നിരാശയോടുകൂടി ജീവിക്കുന്നതിനാണ് ശരിക്ക് യഇസ് എന്ന് പറയുക. അപ്പോൾ ഇവർ പരലോകത്തിൽ പ്രതീക്ഷയില്ലാത്ത ആളുകളാണ്, അല്ലെങ്കിൽ നിരാശരായ ആളുകളാണ്. കമാ യഇസൽ കുഫാറു മിൻ അസ്ഹാബിൽ ഖുബൂർ. സത്യനിഷേധികൾ, അതായത് മരിച്ചുപോയ സത്യനിഷേധികൾ നിരാശപ്പെട്ടതുപോലെ. മരിച്ചുപോയവരുടെ നിരാശയാണ് ഏറ്റവും വലിയ നിരാശ എന്ന് പറയുന്നത്. കാരണം അവർ ഇഹലോകത്തേക്ക് തിരിച്ചു വരണമെന്ന് അവരാഗ്രഹിക്കും. ഒരു കാലത്തും നടക്കാത്ത സ്വപ്നമാണത്. അപ്പോൾ അതിലേക്കാണ് വിശുദ്ധ ഖുർആന് അവരെ ജൂതന്മാരുടെ നിരാശയെ കണക്ട് ചെയ്യുന്നത്. കമാ യഇസൽ കുഫാറു മിൻ അസ്ഹാബിൽ ഖുബൂർ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ഹാബുൽ ഖുബൂറായ മരിച്ചുപോയ സത്യനിഷേധികൾ നിരാശപ്പെടുന്നത് പോലെ. ആ നിരാശ 2 രൂപത്തിലാണ്. അതിലെ ഒന്നാമത്തെ നിരാശ എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇനി ദുന്യാവിലേക്ക് തിരിച്ചു വന്ന് വല്ലതും ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അത് ഇല്ല, നടക്കില്ല. പിന്നെയുള്ളത് എന്താണ്? നാളെ പരലോകത്തെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം, അതും നടക്കില്ല. അപ്പോൾ ഇതിനേക്കാൾ വലിയ നിരാശ മറ്റൊന്നുമില്ല. ഇതുപോലെയാണ് ആര്? യഹൂദര് നിരാശരായിരിക്കുന്നത്. കമാ യഇസൽ കുഫാറു മിൻ അസ്ഹാബിൽ ഖുബൂർ. ഇപ്പോൾ അസ്ഹാബുൽ ഖുബൂർ എന്ന് പറയുന്നത്, ഈ സ്വാഹിബ് എന്ന് പറയുന്ന പദം ഒന്നിൻ്റെ കൂടെ ഒന്നിച്ചിങ്ങനെ ചെലവഴിക്കുന്ന ആളാണ് മുലാസിം എന്നൊക്കെയാണ് ഭാഷയിൽ പറയുക. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ റസൂലിൻ്റെ സ്വാഹിബ് എന്ന് പറഞ്ഞു. ഇദ്ഹുമാ ഫിൽ ഗാരി ഇദ് യഖൂലു ലി സ്വാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആണ് അസ്ഹാബ് എന്ന് പറയുന്നത്. അസ്ഹാബുൽ ഖുബൂർ എന്ന് പറയുന്നത് ഖബറിൽ കിടക്കുന്നവർ. അപ്പോൾ മരിച്ചുപോയവർ പിന്നെ ജീവിക്കുന്നത് വരെ അവിടെ തന്നെയാണ് അവരുടെ സ്ഥിതി. അവർക്ക് ഇനി തിരിച്ചു ഇങ്ങോട്ട് പോരണം എന്ന് പറഞ്ഞാൽ അവർക്കൊരു രക്ഷയില്ല. അപ്പോൾ ആ നിരാശയ്ക്ക് ഏറ്റവും ഫിറ്റായ പ്രയോഗമാണ് അസ്ഹാബുൽ ഖുബൂർ എന്ന് പറയുന്നത്. അപ്പോൾ മിൻ അസ്ഹാബിൽ ഖുബൂർ എന്ന് പറഞ്ഞാൽ ഖബറാളികളിൽ പെട്ട എന്നല്ല, ഖബറാളികളായ അല്ലെങ്കിൽ ഖബറിൽ കിടക്കുന്ന സത്യനിഷേധികൾ. ആ സത്യനിഷേധികൾ നിരാശപ്പെടുന്നത് പോലെ. അപ്പോൾ ഈ ഒരു നിർദ്ദേശം നൽകിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ സൂറത്ത് തുടങ്ങുന്നത് അവസാനിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ ദീനിനോട് അങ്ങേയറ്റത്തെ വെറുപ്പുള്ള, അങ്ങേയറ്റത്തെ ശത്രുത പ്രകടിപ്പിക്കുന്ന 2 വിഭാഗങ്ങൾ. ആ വിഭാഗങ്ങളെക്കുറിച്ച് നിങ്ങൾ ജാഗ്രത പുലർത്തണം. അതേസമയം എല്ലാ ആളുകളോടും ഒരു നയമല്ല, നേരെ മറിച്ച് അവരിൽ നന്മയുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ സഹകരിക്കുന്ന ആളുകളുണ്ട്, നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത ആളുകളുണ്ട്, നിങ്ങളെ പുറത്താക്കാത്ത ആളുകളുണ്ട്. അവരോട് നിങ്ങൾക്ക് സഹകരിക്കാവുന്നതാണ് എന്ന് നടുവിൽ പറഞ്ഞു വെച്ചുകൊണ്ടാണ് ഈ സൂറത്ത് വളരെ കൃത്യമായി വലാഇൻ്റെയും ബറാഇൻ്റെയും മെസ്സേജ് അല്ലെങ്കിൽ നയം വിശ്വാസികൾക്ക് നൽകുന്നത്. അപ്പോൾ ഇതിന് ശേഷം കടന്നു വരുന്നത് സൂറത്ത് സഫാണ്. ആയത്തുകൾക്കിടയിൽ ബന്ധമുള്ളതുപോലെ തന്നെ സൂറത്തുകൾക്കിടയിലും ബന്ധമുണ്ട്. ഈ ആയത്തുകളൊക്കെയും അൽ വലാഉ അൽ ബറാഉമായി ബന്ധപ്പെട്ട തത്വങ്ങളാണ് പറയുന്നത് എങ്കിൽ അതിൻ്റെ പ്രയോഗതലത്തിൽ എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുന്നതാണ് ജിഹാദിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന സൂറത്ത് സഫ് എന്നുള്ള അധ്യായം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നിയമങ്ങൾ യഥാർത്ഥ രൂപത്തിൽ പാലിക്കുന്ന വിശ്വാസികളുടെ ഗണത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്തുവാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. നാളെ പരലോകത്ത് വിശുദ്ധ ഖുർആൻ അനുകൂല സാക്ഷ്യം വഹിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമ വതഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമ. അല്ലാഹുമ്മ ലാ തജഅൽ മിന്നാ വലാ ഫീനാ വലാ മഅനാ ശഖിയ്യൻ വലാ മത്റൂദൻ വലാ അലമ. അല്ലാഹുമ്മ ലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.